ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇഫ്താറായിട്ട് ചീനീസ് കിച്ചൺ ഇതുവരെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് എന്ന് പറയാം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ക്യാരറ്റും അതുപോലെ തന്നെ ഈന്തപ്പഴവും ബദാമൊക്കെ ചേർത്ത് നല്ല രുചികരമായി അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാരറ്റ് നല്ലോണം തൊലിചീവി ആദ്യം മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. തൊലിചീവി നന്നായി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അളവൊന്നുമില്ല, നമുക്ക് ഇത്ര ഗ്ലാസ് വേണമെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിന്നായിട്ട് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിലൊന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട്. പുഴുങ്ങിയെടുക്കണ പോലെ ഒറ്റ വിസിൽ മതി കേട്ടോ. കുറേ അടിച്ച് അങ്ങനെ ആവേണ്ട. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ പോവും. അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ അടിച്ച് അങ്ങനത്തെ അത് വേണ്ട. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ, പച്ചച്ചുവ മാറാനും കുറച്ച് ടേസ്റ്റ് കിട്ടാനും മാത്രമായിട്ട് ഒരു വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ക്യാരറ്റും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇത് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ. ആ വെള്ളം നമ്മൾ കളയരുത്. ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാതെ. അപ്പോൾ അതാ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്യാരറ്റിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട്, കുറേ വെള്ളം ഒഴിക്കേണ്ട, ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, വെറും ക്യാരറ്റും വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈന്തപ്പഴമാണ് കേട്ടോ. ഒരു 7-8 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല ഈന്തപ്പഴം കിട്ടാനുണ്ട് കേട്ടോ, നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്കും നല്ലൊരു ഈന്തപ്പഴം കിട്ടി. ഈന്തപ്പഴത്തിൻ്റെ പാക്കറ്റ് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ കേട്ടോ. നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോഴും പല ചൊവ്വയായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഷുഗർ ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴമൊക്കെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ പാലെടുത്തിട്ടുണ്ട്. പാല് ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് കട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. ഇതാ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ക്യാരറ്റിലേക്ക് നമുക്ക് ഈന്തപ്പഴവും ഐസും അതുപോലെ തന്നെ തണുപ്പ് വേണ്ടെന്ന് ഇല്ലാത്തവർക്ക് ഐസ് ഒഴിവാക്കാം കേട്ടോ. നമ്മുടെ പാല് മാത്രം മതി. തണുപ്പാറിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഐസ് ക്യൂബ് ഓപ്ഷനിലാണ്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഐസ് ക്യൂബ് ഇട്ടിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ കുങ്കുമപ്പൂവാണ് ഇടുന്നത്. എനിക്ക് ഏലക്കായ അത്ര ജ്യൂസിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഏലക്കായ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളത് ഐസ് ക്യൂബ്സ്, പിന്നെ നമ്മൾ ആ കട്ടയായിട്ടുള്ള പാല് കട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ, ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ജ്യൂസിൻ്റെ ഒരു പാകം കിട്ടാനായിട്ട് കുറച്ചും കൂടെ പാലും ഐസും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ലൂസാകും. നമുക്ക് വെള്ളമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് അല്ല അത് ക്യാരറ്റിൻ്റെ. അത് നമുക്ക് വേറെ ഉണ്ട്. നമ്മൾ അതിൽ മറ്റേ കസ്കസൊക്കെ ചേർത്തിട്ട് അത് കുറച്ചും കൂടെ വെള്ളമായിട്ട്, ഇത് അത്ര വെള്ളമായിട്ടല്ല, ഹെൽത്തി ആയിട്ട് കുറച്ച് ഫില്ലിംഗ് ആണ്. ഇത് നല്ല ഫില്ലിംഗ് ആണ്, അതാണത്. അപ്പോൾ അത്ര തിക്കായിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഗ്ലാസ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഐസ് ക്യൂബ്സ് ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടായുള്ളൂ എടുത്തതിന് ശേഷം അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ മുകളിൽ കുറച്ച് ബദാമും പിസ്ത എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. പിസ്തയും കൂടി ഇട്ട് അടിപൊളി ടേസ്റ്റാണ്. ഗ്രേറ്റ് ചെയ്തത് മുകളിൽ വയ്ക്കുക. കുറച്ച് കേസറും കൂടി ഇട്ട് വെച്ചാൽ നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് നോമ്പൊക്കെ തുറക്കണ സമയത്തേക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. നമുക്ക് അത് കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ബദാമും കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുങ്കുമപ്പൂ കയ്യിലില്ലെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. പിസ്ത ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോമ്പ് റെസിപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നോമ്പ് വിഭവമായിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.